7-ാം നൂറ്റാണ്ടുകാരാണ് മുസ്ലിമീങ്ങളെന്നും പറഞ്ഞ് ഈ മുസ്ലിമീങ്ങളെ കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടാ. അതേ 7-ാം നൂറ്റാണ്ടിലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവന്ന സിദ്ധാന്തം കൊണ്ട് ലോകത്ത് കറുത്തവനെന്ന വെളുത്തവനെന്ന പണക്കാരനെന്ന പാവപ്പെട്ടവനെന്ന ഇല്ലാതെ എല്ലാ ആളുകളെയും ഒരേപോലെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാനവികതയുടെ ഉദാഹരണമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നോക്കൂ നിങ്ങൾ, പല ആൾക്കാരും ഇപ്പോഴും കളിയാക്കുന്നില്ലേ, 21-ാം നൂറ്റാണ്ടായിട്ടും ഇവർക്ക് ഇതുവരെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് BMW കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. ഈ 21-ാം നൂറ്റാണ്ടായിട്ടും ഇവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്നൊരു വാർത്ത. ഇത്തിരിയില്ലാത്തൊരു പൊന്നുമോൻ അവനൊരു ആരാധനാലയത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചതിൻ്റെ കാരണം കൊണ്ട് അവിടെയുള്ള ആളുകളെല്ലാം കൂടി അവനെ നിഷ്ഠൂരമായി തല്ലി കൊലപ്പെടുത്തുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ മഹത്തായ പാരമ്പര്യമെന്നും പൈതൃകമെന്നുമൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഇങ്ങനത്തെ വാർത്തയൊക്കെ കാണുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ ആർക്കെങ്കിലും മുഖത്തിരിക്കാൻ പറ്റുമോ? ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന മനുഷ്യരാണ് ലോകത്ത് ഫലസ്തീനിലെ മക്കൾ കൊല്ലപ്പെടുമ്പോഴും ചുട്ടു ചാമ്പലാക്കപ്പെടുമ്പോഴും അവർക്ക് അംഗഭംഗം സംഭവിക്കുമ്പോഴും അത് നിഷ്ഠൂരമായി മൃഗീയമായി കൊല ചെയ്യപ്പെടുമ്പോഴുമൊക്കെ ചിരിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ആൾക്കാർ. അവർക്കുള്ളതും ഇതേ സവർണവരണ്യ ബോധമാണ്. അങ്ങനെ ഹൃദയം ഇടുങ്ങിപ്പോയ, ഹൃദയം പൈശാചികമായി പോയ മനുഷ്യർക്ക് ഈ ദളിതനായ കുട്ടിയുടെ നിസ്സഹായമായ അവസ്ഥ കണ്ടിട്ട് യാതൊരുവിധ മനസ്സലിവും സങ്കടവും ദയവും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതേ മനസ്സുള്ള ആളുകൾ തന്നെയാണ് ഫലസ്തീനിലെ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോഴും സന്തോഷിക്കുന്നത്.